الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ظهر الفساد في البر والبحر بما كسبت أيدي الناس ليذيقهم بعض الذين عملوا لعلهم يرجعون أيها الناس أوصيكم إياي وإياكم أولا بتقوى الله ആദരണീയരായ വിശ്വാസിനികളെ, സർവലോക സൃഷ്ടാവായ സർവചരാചരങ്ങളുടെയും നിയന്ത്രാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കൃത്യമായി കൊണ്ട് പാലിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നാഥനായ അള്ളാഹു അതിനെ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ തൃപ്തി ലഭിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ, സിദ്ദീഖീങ്ങളുടെ കൂട്ടത്തിൽ നാഥനായ അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വളരെയേറെ വേദനാജനകമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് സമകാലിക കേരളത്തിലെ ഓരോ പൗരനും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വയനാട്ടിലെ മുണ്ടക്കയം ചൂരൽമല എന്ന് പറയുന്ന സ്ഥലം ഇന്ന് കേരളത്തിലെ ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ വലിയൊരു മുറിപ്പാടായി മായ്ച്ചു കളയാൻ സാധിക്കാത്ത അത്രയും ആഴത്തിൽ കടന്നുകൂടിയിരിക്കുകയാണ്. അവിടെയുണ്ടായ അപകടം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പരീക്ഷണമാണെന്നും അവിടെ അപകടത്തിൽ സംഭവിച്ചിട്ടുള്ള മരണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതികഠിനമായ പരീക്ഷണത്തിന്റെ ഭാഗമാണെന്നും അവിടെയുള്ള ആളുകൾക്ക്, പ്രയാസം അനുഭവിക്കുന്ന എല്ലാ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സ്ത്രീകൾക്കും അവിടെയുള്ള വൃദ്ധരായ ആളുകൾക്കും അവിടെയുള്ള കുട്ടികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സലാമത്ത്, അവർക്കെല്ലാവർക്കും സമാധാനം നൽകുമാറാകട്ടെ. നമ്മുടെ മുൻപിൽ നാം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരുപാടധികം വിപത്തുകൾ, ദുരന്തങ്ങൾ നമ്മുടെ മുൻപിൽ കടന്നു വരുമ്പോൾ, നമ്മുടെ സമൂഹത്തിന് സംഭവിക്കുമ്പോൾ, നമ്മുടെ നാടിന് ബാധിക്കുമ്പോൾ പല ആളുകളും വിസ്മരിച്ചു പോകുന്ന, അധികം ആളുകളും മറന്നു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അധികം ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന, അതല്ലെങ്കിൽ അള്ളാഹു ഒരു പരീക്ഷണം തരുമ്പോ, അള്ളാഹുവിന്റെ ഒരു വിപത്ത് കടന്നു വരുമ്പോ, ഒരു ദുരന്തം ബാധിക്കുമ്പോ
അധികം ആളുകളും അള്ളാഹുവിനെ ഓർക്കും, അള്ളാഹുവിനെ സ്മരിക്കും. ഒരുപക്ഷെ തന്റെ കുടുംബത്തെ ബാധിക്കുമ്പോ, തന്റെ സ്വന്തം നഫ്സിനെ ഏതെങ്കിലും ദുരന്തങ്ങൾ ബാധിക്കുമ്പോ അവൻ അവന്റെ രക്ഷിതാവിനെ ഓർക്കും. എനിക്ക് ഇന്ന പ്രയാസങ്ങൾ ബാധിച്ചല്ലോ, എനിക്ക് ഇന്നതൊക്കെ സംഭവിച്ചോ, എന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടല്ലോ, എന്റെ കുടുംബം നഷ്ടപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ എങ്ങനെ വേവലാതിപ്പെട്ടുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങും. എന്നാൽ അവന്റെ പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളൊക്കെ റബ്ബ് നീക്കി കൊടുക്കുമ്പോ, അതെല്ലാം മാറ്റിക്കൊടുക്കുമ്പോ, അതോടുകൂടി അതെല്ലാം മറന്ന് റബ്ബ് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ മറന്നുകൊണ്ട് വീണ്ടും പഴയ കുത്തഴിഞ്ഞ ജീവിതത്തിലേക്ക്, വീണ്ടും പഴയ തോന്നിവാസത്തിന്റെ വഴിയിലേക്ക് മടങ്ങിപ്പോകുന്ന ചില ആളുകൾ, അധികം ആളുകളെയും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരായത്ത് പറയുന്നുണ്ട്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. വിശുദ്ധ ഖുർആനിലെ ആയത്താണ് വലനബ്ലുവന്നകും, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. മിനൽ ജൂഅ്, നിങ്ങൾക്ക് വിശപ്പ് നിന്ന് പരീക്ഷിക്കും. വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസ്, നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള നഷ്ടം വരുത്തും. ഒരുപക്ഷെ നിങ്ങളുടെ സമ്പത്തിനെ നിങ്ങളുടെ ആയുഷ് കാലഘട്ടത്തിൽ തന്റെ സമ്പത്ത്, തന്റെ ആയുഷ് കാലഘട്ടത്തിൽ തന്റെ സമയവും തന്റെ അധ്വാനവും എല്ലാം മുടക്കിക്കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സമ്പത്തുണ്ടല്ലോ, അത് റബ്ബങ്ങ് എടുത്തുകളയും, റബ്ബങ്ങ് തിരിച്ചെടുക്കും. വൽ അംവാലി വൽ അൻഫുസ്, നിങ്ങളേറെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കുടുംബാംഗങ്ങളായിക്കോട്ടെ, നിങ്ങളേറെ സ്നേഹിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരായിക്കോട്ടെ, നിങ്ങളേറെ ബഹുമാനിക്കുന്ന നിങ്ങളുടെ അധ്യാപകരായിക്കോട്ടെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ സാമീപ്യം ആഗ്രഹിക്കുന്ന പല ആളുകളെയും അവരുടെ നഫ്സിനെ അങ്ങ് റബ്ബ് തിരിച്ചെടുക്കും. എന്നിട്ട് റബ്ബ് പറയുകയാണ്, ഇവയൊക്കെ കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. വബശ്ശിരിസ് സ്വാബിരീൻ, അവിടെ ക്ഷമാലുക്കൾക്ക് ഈ സാഹചര്യത്തിലൊക്കെ ഇങ്ങനെ പ്രയാസങ്ങൾ വരുമ്പോ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോ അവിടെയൊക്കെ ക്ഷമ കൈവറ്റുന്ന, അതല്ലെങ്കിൽ ക്ഷമ അവലംബിക്കുന്ന ആളുകൾക്കാണ് റബ്ബിന്റെ അടുക്കൽ സന്മാർഗത്തിന്റെ മാർഗത്തിൽ റബ്ബ് കടന്നു വരുന്ന ആളുകൾക്ക് നാളെ കരുതി വെച്ച സ്വർഗം എന്ന് പറയുന്ന വാഗ്ദാനം റബ്ബ് സന്തോഷ വാർത്ത അറിയിക്കുന്നത്. ആ രീതിയിൽ വരുന്ന പരീക്ഷണങ്ങളിൽ, നമ്മുടെ മുൻപിലേക്ക് കടന്നു വരുന്ന പരീക്ഷണങ്ങളായിക്കോട്ടെ, ദുരിതങ്ങളായിക്കോട്ടെ, ഭൂകമ്പങ്ങളായിക്കോട്ടെ, അവിടെയൊക്കെ റബ്ബിന്റെ മാർഗത്തിൽ ക്ഷമ കൈക്കൊള്ളാൻ, ക്ഷമിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നാഥനായ അള്ളാഹു അത്തരത്തിൽ ക്ഷമ കൈപ്പറ്റുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുരന്തങ്ങൾ കടന്നു വരുമ്പോ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കടന്നു വരുമ്പോ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോ മഹാരഥന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തി തരുന്ന, നമ്മുടെ ഓർക്കാൻ വേണ്ടി പറയുന്ന ചില കാര്യങ്ങൾ മഹാനായ പണ്ഡിതൻ ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിക്കുന്ന ചില ഉപദേശങ്ങളുണ്ട്. ഒരു നാടിനെ, അതല്ലെങ്കിൽ ഒരു സമൂഹത്തെ ഒരു ദുരന്തം ബാധിക്കുമ്പോ, അതല്ലെങ്കിൽ ഒരു പ്രശ്നം ബാധിക്കുമ്പോ, ഒരു പ്രയാസം ബാധിക്കുമ്പോ അവിടെ ഒരു മനുഷ്യൻ ഒന്നാമതായി ഓർക്കേണ്ട ചിന്ത എന്ന് പറയുന്നത് അവൻ റബ്ബ് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ അത് വിസ്മരിക്കാതിരിക്കുക എന്നുള്ളതാ. റബ്ബ് അവന് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളുണ്ട്. ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് ചുറ്റും ജീവിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. റബ്ബ് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ തന്റെ കൈയൊന്നെടുത്ത് നോക്കുകയാണെങ്കിൽ, തന്റെ കാഴ്ച ഒന്നെടുത്ത് നോക്കുകയാണെങ്കിൽ, തന്റെ സംസാരശേഷി ഒന്നെടുത്ത് നോക്കുകയാണെങ്കിൽ, ഇങ്ങനെ റബ്ബ് നൽകിയിട്ടുള്ള ഒട്ടനവധി അനുഗ്രഹങ്ങൾക്ക് ചുറ്റും ജീവിക്കുന്ന ആളുകളാ. പക്ഷെ ഈ അനുഗ്രഹങ്ങൾ ഒരിക്കലും മറന്നു പോകരുതേ, ഈ അനുഗ്രഹങ്ങൾ ഒരിക്കലും നിങ്ങൾ വിസ്മരിച്ചു പോകരുതേ എന്നാണ് മഹാനായ പണ്ഡിതൻ ഒന്നാമതായി ഉപദേശിക്കുന്നത്. നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ സൂറത്ത് ആദിയാത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മൃഗത്തിനെ പറ്റി, ഒരു മൃഗത്തിന്റെ ഉപമ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വൽ ആദിയാതു ളബ്ഹ ഫൽമൂരിയാതി ഖദ്ഹ ഫൽമുഗീറാതി സുബ്ഹ ഫഅസർന ബിഹി നഖഅ ഫവസത്ന ബിഹി ജംഅ. വിശുദ്ധ ഖുർആനിലെ 100-ാം അധ്യായം സൂറത്ത് ആദിയാത്തിലൂടെ പറയുകയാണ്, ഒരു മൃഗം, നാൽക്കാലിയായിട്ടുള്ള കുതിര എന്ന് പറയുന്ന ഒരു മൃഗം, ആ മൃഗത്തിന് അതിന്റെ യജമാനൻ കൊടുക്കുന്ന ഭക്ഷണത്തിന് ബദലായി, അതിന്റെ യജമാനൻ കൊടുക്കുന്ന വെള്ളത്തിന് ബദലായി തന്റെ യജമാനനെയും വഹിച്ചുകൊണ്ട് തനിക്ക് നേരെ കുന്തമുനകൾ ചൊണ്ട് തനിക്കെതിരെ അമ്പയ്യാൻ നിൽക്കുന്ന ആളുകൾക്ക് തന്റെ വിരിമാറ് കാണിച്ചുകൊണ്ട് സ്വന്തം ജീവൻ പണയപ്പെടുത്തി ഓടിച്ചെല്ലുന്ന, അതിലേക്ക് അടുത്തു പോകുന്ന ഒരു കുതിരയെ റബ്ബ് സൂചിപ്പിച്ചിട്ട് പറഞ്ഞു, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വർഗമുണ്ട്, മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവനവന്റെ രക്ഷിതാവിനോട് നന്ദിയില്ലാത്തവനാണ്, നന്ദി കെട്ടവനായിട്ടാണ് റബ്ബ് സൂചിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, റബ്ബ് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് റബ്ബ് അവിടെ മനുഷ്യൻ ഉപമിച്ചത് കുതിരയോടാ. കേവലം ഒരു കുതിരയെ റബ്ബ് ഉപമിച്ചിട്ട് പറഞ്ഞു, മനുഷ്യൻ അവന്റെ രക്ഷിതാവ് കൊടുത്ത നന്മകൾക്ക്, അവന്റെ രക്ഷിതാവ് അവന് കൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലാകിൻ അക്സറൻ നാസ് ലാ യശ്കുറൂൻ. അവരിൽ അധികം ആളുകളും
റബ്ബ് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടും അവരിലധികം ആളുകളും റബ്ബിന് തിരിച്ച് ശുക്ർ ചെയ്യാത്ത ആളുകളാ. ആ നന്മകളൊക്കെ മറന്നുപോയി, ആ നന്മകളൊക്കെ വിട്ടകന്നുകൊണ്ട്, അതാണ് ഞാൻ ആദ്യത്തിൽ സൂചിപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നില്ലേ, നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകി, നിങ്ങൾക്ക് സമ്പത്ത് നൽകി, ആയുഷ് നൽകി, ആരോഗ്യം നൽകി, കുടുംബം നൽകി, സാമൂഹികമായിട്ടുള്ള ശക്തി നൽകി. പക്ഷേ നിങ്ങളുടെ ആ ശക്തിയും ആരോഗ്യവും ഒക്കെ നഷ്ടപ്പെടുമ്പോ നിങ്ങൾ റബ്ബിലേക്ക് മടങ്ങി വരും. എന്നാൽ അതൊക്കെ റബ്ബ് തിരിച്ചു തരുമ്പോ അതോടുകൂടി റബ്ബിനെ മറക്കുന്നവനായിക്കൊണ്ട്, റബ്ബിന്റെ അനുഗ്രഹങ്ങളെ വിസ്മരിക്കുന്നവനായിക്കൊണ്ട് മാറുന്ന ഒരു അവസ്ഥ, ആ ഒരു കാര്യത്തെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ആ രീതിയിൽ റബ്ബ് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കുക. ആ നന്മകൾക്ക്, ആ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ കാണിക്കുന്ന ശാക്കിര്യങ്ങളായിട്ടുള്ള അടിമകളാവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. രണ്ടാമതായി, ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ കടന്നു വരുമ്പോ നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട ചിന്ത, ഈ ദുരന്തങ്ങളൊക്കെ നമ്മളെ അറിയിക്കുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളായിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ പറയുന്നുണ്ട്, ലാ തഖൂമു സ്സാഅത ഹത്താ യഖ്ബലുൽ ഇൽമ, അന്ത്യനാൾ ഒരിക്കലും സംഭവിക്കുകയില്ല എന്നല്ലാതെ ഹത്താ യഖ്ബലുൽ ഇൽമ, അവന്റെ അറിവ്, അതല്ലെങ്കിൽ ഈ ലോകത്തുള്ള അറിവുകൾ ഉയർത്തപ്പെടുന്നത് വരെ. വതക്സുറുൽ സിലാസിൽ, ഈ നാട്ടിൽ ഭൂകമ്പങ്ങൾ വർദ്ധിപ്പിക്കും, ഈ നാട്ടിലെ ഭൂകമ്പങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. വതഖാറുബുസ് സമാൻ, സമയത്തിന്റെ ചുരുക്കം. നമുക്കറിയാം, ഇന്ന് പല ആളുകളും പറയുന്ന വലിയൊരു പരാതി എന്താണെന്നറിയോ, എനിക്ക് സമയമില്ല, എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ, എനിക്ക് ഇന്നത് പ്രവർത്തിക്കാൻ, നമസ്കരിക്കാൻ, ഹജ്ജ് ചെയ്യാൻ, നോമ്പെടുക്കാൻ, എന്റെ സ്വതക്കകൾ നിർവഹിക്കാൻ, ഖുർആൻ പാരായണം ചെയ്യാൻ. ഇതിനൊക്കെ ആളുകളോട് ചോദിക്കുമ്പോൾ ആളുകൾ പറയുന്ന ഒരു വർത്തമാനം എന്തറിയോ, എനിക്ക് സമയമില്ല, എനിക്ക് ഇന്ന തിരക്കുകളാണ്, എന്റെ മുൻപിൽ സമയത്തിന്റെ കുറവാണ് കാണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കുക, പ്രവാചകൻ പഠിപ്പിച്ചു, തഖാറുബുസ് സമാൻ, നിങ്ങൾക്ക് മുൻപിലുള്ള അവസരങ്ങൾ, നിങ്ങൾക്ക് മുൻപിലുള്ള സമയങ്ങൾ കുറയുന്നുണ്ടെങ്കിൽ അത് അന്ത്യനാളിന്റെ അടയാളമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുപോലെ വത്വാഹിറുൽ ഫിത്ന, നാട്ടിലെ കുഴപ്പങ്ങൾ വർദ്ധിപ്പിക്കുക. ഇന്ന് നാട്ടിൽ എത്രയോ കുഴപ്പങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. വ്യക്തിസം ആയിക്കോട്ടെ, ഫെമിനിസം ആയിക്കോട്ടെ, നിരീശ്വരവാദങ്ങളായിക്കോട്ടെ, അതല്ലെങ്കിൽ ഇന്ന് കാണുന്ന LGBTQIA+ അജണ്ടകളായിക്കോട്ടെ, ഇങ്ങനെ ഒരുപാട് മനുഷ്യനെ കുഴക്കുന്ന, അതല്ലെങ്കിൽ മനുഷ്യനെ തിന്മയിലേക്ക്, മനുഷ്യനെ അധമനാക്കി കളയുന്ന ഒരുപാടധികം ഫിത്തനകൾ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അതിനു പുറമെ വർഗീയമായിട്ടുള്ള, ജാതീയമായിട്ടുള്ള ഒരുപാട് അധിക്ഷേപങ്ങളും ജാതീയമായിട്ടുള്ള കലാപങ്ങളും വർഗീയ കലാപങ്ങളും നമ്മുടെ കേരളത്തിലായിക്കോട്ടെ, ഇന്ത്യയിലുടനീളം ഇന്നും നടന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരുപാട് ഫിത്തനകൾ വർദ്ധിക്കുന്നത് അത് അന്ത്യനാളിന്റെ അടയാളമായിട്ടാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. വയക്സുറുൽ ഹർജ്, അതുപോലെ തന്നെ ഈ നാട്ടിൽ കാണുന്ന വഹുവ ഖത്ലുൽ ഖത്ൽ, അഥവാ നാട്ടിലെ കൊലകൾ വർദ്ധിപ്പിക്കുക. അതോടൊപ്പം തന്നെ പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ, അതല്ലെങ്കിൽ നാം ഇന്ന് കാണുന്ന രീതിയിലുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ അധികരിപ്പിക്കലും അതും ഒരു നിലക്കുള്ള അന്ത്യനാളിന്റെ അടയാളമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സമകാലിക കേരളം തന്നെ വലിയ 2 ഉരുൾപൊട്ടലുകൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. മുണ്ടക്കൈ പോലെ തന്നെ കുറച്ചു മുൻപ്, 1 വർഷങ്ങൾക്ക് മുൻപാണ് കവളപ്പാറയും നമ്മുടെ മുൻപിൽ വലിയൊരു ഓർമ്മയായി ബാക്കി നിൽക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ കടന്നു വരുമ്പോ ഒരു മുഅ്മിൻ എന്നുള്ള നിലയിൽ അവന് മനസ്സിലാക്കുക, എന്നിലേക്ക് അടുക്കാനിരിക്കുന്നത് ഖിയാമത്ത് നാളാണ്. ഈ ഖിയാമത്ത് നാൾ അടുക്കാനുള്ള അടയാളങ്ങളായിക്കൊണ്ടാണ് റബ്ബ് ഇതൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പോ ഖിയാമത്ത് നാൾ അടുക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി, ആ ഖിയാമത്ത് നാളിന് വേണ്ടി നാളെയുടെ കോടതിയിലേക്കുള്ള റബ്ബിന്റെ വാതിലിന് മുൻപിൽ നിൽക്കുമ്പോ എന്റെ കയ്യിൽ എന്തുണ്ട്? എന്റെ കയ്യിൽ റബ്ബിന്റെ മുൻപിൽ എടുത്തു പറയാൻ മാത്രം അമലുകളുണ്ടോ? എനിക്ക് റബ്ബിന്റെ മുൻപിൽ എഴുന്നേറ്റ് നിന്ന് പറയുവാൻ മാത്രം എന്റെ അടുക്കൽ സൽക്കർമ്മങ്ങളുണ്ടോ എന്നുള്ളതാണ് നാം ഓരോരുത്തരും ഒന്നാമതായി ചോദിക്കേണ്ട ചോദ്യം. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ മുൻപിൽ നമസ്കരിക്കാനുള്ള സമയം ലഭിച്ചു, നമുക്ക് നോമ്പെടുക്കാനുള്ള സാഹചര്യങ്ങൾ ലഭിച്ചു, ആരോഗ്യമുള്ളപ്പോ റബ്ബിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ലഭിച്ചു, സാമ്പത്തികമായി കഴിവുള്ളപ്പോ റബ്ബിന്റെ മാർഗത്തിൽ സ്വതക്കകൾ ചെയ്യാനുള്ള അവസരം ലഭിച്ചു, അള്ളാഹുവിന്റെ മാർഗത്തിൽ നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഒഴിഞ്ഞ സമയങ്ങൾ തന്നപ്പോ അനാവശ്യമായിട്ട് അത് വേണ്ടാത്തതിലേക്ക് ചിലവഴിച്ചാതെ അത് റബ്ബിന്റെ മാർഗത്തിൽ ഖുർആൻ പാരായണങ്ങളായിക്കൊണ്ട്, അതല്ലെങ്കിൽ നല്ല നല്ല തസ്കിയ ക്ലാസ്സുകളായിക്കൊണ്ട്, തദ്കിറ ക്ലാസ്സുകളായിക്കൊണ്ട് നന്മകളാക്കി മാറ്റാൻ, അതൊക്കെ നന്മകളാക്കി പരിവർത്തിക്കപ്പെടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക. സ്വന്തത്തോട് തന്നെ ഒന്ന് സ്വവിചിന്തനം നടത്തി നോക്കുക. ഇങ്ങനെയുള്ള നന്മകൾക്കുള്ള അവസരമൊക്കെ ഉപയോഗിക്കാതെ ആ റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോ പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെട്ടവനായിക്കൊണ്ട്, ഒന്നുമില്ലാത്തവനായിക്കൊണ്ടായിരിക്കും അവന് റബ്ബിന്റെ മുൻപിൽ എഴുന്നേറ്റ് നിൽക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹു പറയുകയാണ്, നാളെ റബ്ബിന്റെ കോടതിയിൽ ഒരു മനുഷ്യൻ വരും, അവന് ദുനിയാവിൽ ഒരുപാട് അവസരം ലഭിച്ചവനാ, ഒരുപാട് സമയം വെറുതെ കിട്ടിയവനാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിഅമതാനി മഗ്മൂനൻ ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്സിഹ്ഹതു വൽ ഫറാഗ്.
ഈ ലോകത്തുള്ള മനുഷ്യരാകുന്ന എല്ലാ മനുഷ്യരാശിയിൽപ്പെട്ട എല്ലാവരും ഒരുപോലെ മറന്നു പോകുന്ന രണ്ട് അനുഗ്രഹങ്ങളുണ്ട്. ഒന്ന് അസ്വിഹ, നിങ്ങളുടെ ആരോഗ്യമാണ്, നിങ്ങൾക്ക് റബ്ബ് നൽകിയിട്ടുള്ള ആരോഗ്യമാണ്, ചുറുചുറുക്കാൻ. രണ്ടാമത് വൽ ഫറാഗ്, നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒഴിവ് സമയങ്ങളാണ്. ഈ രണ്ട് അനുഗ്രഹങ്ങളെ ചോദിക്കപ്പെടാതെ, അതല്ലെങ്കിൽ ഈ രണ്ട് അനുഗ്രഹങ്ങൾ തൊട്ടാണ് ഈ ലോകത്തുള്ള ബഹുഭൂരിപക്ഷം മനുഷ്യന്മാരും അശ്രദ്ധരാകുന്നത്, മറന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നാളെ റബ്ബ് അവിടുന്ന് ചോദിക്കും, നിനക്ക് ദുനിയാവിൽ ആയുസ് ലഭിച്ചില്ലേ, നിനക്ക് ഈ ദുനിയാവിൽ ആരോഗ്യം തന്നില്ലേ, നിനക്ക് ഈ ദുനിയാവിൽ ഒഴിവ് സമയം തന്നില്ലേ, എന്നിട്ട് നീ എന്ത് പ്രവർത്തിച്ചു, എന്നിട്ട് നീ എന്ത് റബ്ബിന്റെ കോടതിയിൽ കൊണ്ടുവന്നു എന്ന് ചോദിക്കുമ്പോ അവിടെ ഒന്നുമില്ലാത്തവനായി ഞാൻ എന്റെ ഒഴിവ് സമയങ്ങൾ ഇന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, അതല്ലെങ്കിൽ എന്റെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി, എന്റെ ഇച്ഛകൾക്ക് വേണ്ടി മാറ്റിവെച്ചു എന്ന് പറയുമ്പോ റബ്ബിന്റെ കോടതിയിൽ അവിടെ അത് പറയാനാകാതെ, അവിടെ റബ്ബിന്റെ കോടതിയിൽ അവന് പറയുന്ന ഒരു വർത്തമാനം ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ്. അള്ളാഹുവേ, എന്നെ ഒരു തവണ കൂടി ദുനിയാവിലേക്ക് മടക്കി അയക്കണം. എനിക്ക് നമസ്കരിക്കാനുള്ള സമയമുണ്ടായിരുന്നു, എന്റെ കല്യാണ തിരക്കൊണ്ട് എനിക്ക് നമസ്കരിക്കാൻ സാധിച്ചില്ല, എനിക്ക് നോമ്പെടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് എനിക്ക് എന്റെ ജോലിയുടെ തിരക്ക് കൊണ്ട് എനിക്ക് നോമ്പെടുക്കാൻ സാധിച്ചില്ല. എനിക്ക് ഹജ്ജ് നിർവഹിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ എന്റെ സാമ്പത്തികമായിട്ടുള്ള നഷ്ടം, എന്റെ സമയത്തിന്റെ നഷ്ടം ആലോചിച്ച് ഞാൻ ഹജ്ജ് എടുക്കാൻ തീരുമാനിച്ചില്ല. എനിക്ക് ഖുർആൻ ഓതാനുള്ള സമയം ലഭിച്ചു, പക്ഷെ ഞാൻ എന്റെ ഇന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി എന്റെ കൂട്ടുകാരുമൊത്ത് സംസാരിച്ചിരിക്കുമ്പോ, എന്റെ കുടുംബക്കാരുമൊത്ത് സംസാരിച്ചിരിക്കുമ്പോ ഞാൻ ഖുർആൻ പാരായണം ചെയ്യാൻ സാഹചര്യം ഇതിനു വേണ്ടി സമയം മാറ്റിവെച്ചിട്ടില്ല. ഞാൻ തദ്കിയ ക്ലാസുകൾക്കുള്ള സാഹചര്യം ഉണ്ടായപ്പോ എന്റെ തിരക്കുകൾ പറഞ്ഞു, ഒഴിവ് കഴിവ് പറഞ്ഞിട്ടുള്ള ആളാണ്. പടച്ചോനെ, എന്നെ ഒന്ന് മടക്കി അയക്കണം, ഇതൊക്കെ എനിക്ക് തിരിച്ചു പിടിക്കണം, എനിക്ക് മുൻപിലുള്ള നന്മയുടെ അവസരങ്ങളൊക്കെ എനിക്ക് ഉപയോഗപ്പെടുത്തണമെന്ന് റബ്ബിന്റെ കോടതിയിൽ വെച്ച് ആ മനുഷ്യൻ റബ്ബിനോട് കേണപേക്ഷിച്ചു. പക്ഷേ അവന് മടക്കമില്ല, അവന് പിന്നീട് ഒരിക്കലും മരണത്തിന് ശേഷം ഈ ദുനിയാവിലേക്ക് ഒരു തിരിച്ചുവരവില്ല എന്നുള്ള യാഥാർത്ഥ്യം അവിടെ വെച്ച് അവന് മനസ്സിലാക്കുകയാണ്. ആ ഒരു സത്യം, ആ ഒരു നഗ്നമായ സത്യം തിരിച്ചറിയുന്നതോടുകൂടെ അവന്റെ ഹൃദയം തകർന്നു പോകും. അതോടുകൂടെ അവനെ നരകത്തിലേക്ക് റബ്ബ് എടുത്തു വലിച്ചെറിയും. പ്രിയപ്പെട്ടവരെ, നമുക്ക് മുൻപിൽ കിട്ടുന്ന അവസരങ്ങൾ, നന്മ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ, അത് റബ്ബിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതുപോലെ മൂന്നാമതായിട്ടുണ്ടാകേണ്ട ചിന്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മുൻകാലത്തുണ്ടായിരുന്ന സമുദായങ്ങൾ, അവരൊക്കെ നശിച്ചു പോകാനുള്ള, അവരൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നശിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് തിന്മയുടെ അധികരിക്കൽ എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സമൂഹത്തിൽ നോക്കുക, നമ്മുടെ കുടുംബത്തിലായിക്കോട്ടെ, നമ്മുടെ നാട്ടിലായിക്കോട്ടെ, ഒന്ന് നോക്കുന്ന സമയത്ത്, ഒന്ന് കണ്ണോടിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഒരുപാടധികം തിന്മകളുടെ പരസ്യം. ഈ തിന്മയുടെ അധികരിക്കൽ അത് അന്ത്യനാളിന്റെ അടയാളമാണ്. മാത്രമല്ല, ആ തിന്മയുടെ അധികരിക്കൽ ഒരു നാടിന്റെ, ഒരു സമൂഹത്തിന്റെ, ഒരു ഗോത്രത്തിന്റെ, അതല്ലെങ്കിൽ ഒരു നാടിനെ തന്നെ തകർക്കുവാൻ മാത്രം അള്ളാഹു ഏറെ വെറുത്തിട്ടുള്ള കാര്യമായിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. ഈ ദുനിയാവുള്ള മനുഷ്യരുടെ കൈകളാൽ ഉണ്ടായിട്ടുള്ള, മനുഷ്യന്മാരുടെ കൈകൾ കൊണ്ടായിക്കോട്ടെ, നമ്മുടെ നാട്ടിലുള്ള നമ്മുടെയൊക്കെ കൈകൾ കൊണ്ട്, നമ്മുടെയൊക്കെ നാവുകൾ കൊണ്ട്, നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ള ലൊന്നുകളാണ്, ഫസാദുകളാണ് ഈ ദുനിയാവിനെയും ഈ ഭൂമിയെയും ആകാശത്തെയും ഒരുപോലെ മലിനമാക്കിയിട്ടുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ഇന്ന് കാണുന്ന ഈ രീതിയിലുള്ള ഉരുൾപൊട്ടലുകളായിക്കോട്ടെ, പ്രളയങ്ങളായിക്കോട്ടെ, ഇതിനൊക്കെ ശാസ്ത്രീയമായി പഠിച്ചു നോക്കുമ്പോൾ പല ആളുകളും പറഞ്ഞു തരുന്ന ഉപദേശങ്ങൾ കാണുമ്പോൾ, അതല്ലെങ്കിൽ അവർ അവസാനം എത്തുന്ന വിശകലനം എന്ന് പറയുന്നത് മനുഷ്യന്റെ കൈകൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള, പ്രകൃതിയിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളാണ് ഒരു പക്ഷെ ഈ രീതിയിലുള്ള വലിയ ദുരന്തങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. ഇനി വായുവെടുത്ത് നോക്കുമ്പോൾ മനുഷ്യന്റെ അമിതമായിട്ടുള്ള പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗങ്ങള്, അമിതമായിട്ടുള്ള ഈ വായുമലിനീകരണങ്ങളൊക്കെയാണ് ഇന്ന് കാണുന്ന അറ്റ്മോസ്ഫിയറിക് ആയിട്ട്, അതല്ലെങ്കിൽ ഇന്ന് കാണുന്ന പാരിസ്ഥിതികമായിട്ടുള്ള മലിനീകരണങ്ങൾക്കൊക്കെ കാരണമായിട്ടുള്ളത് മനുഷ്യന്റെ കൈകൾ കൊണ്ട്, നമ്മുടെ കൈകൾ കൊണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ഈ രീതിയിൽ മനുഷ്യന്റെ തിന്മകൾ കൊണ്ട് തന്നെയാണ് മനുഷ്യന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മനുഷ്യന്റെ ദുരിതങ്ങളും വന്നെത്തുക എന്നുള്ള പാഠം നമ്മൾ മനസ്സിലാക്കുക. അഥവാ തിന്മകൾ കുറയ്ക്കുക. ഈ രീതിയിലുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ശിർക്കാകുന്ന, കുഫറാകുന്ന, വലിയ വലിയ വൻഭാഗങ്ങളാകുന്ന തിന്മകളൊക്കെ കഴിവിന്റെ പരമാവധി കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. ചെറിയ തിന്മകൾ കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ തിന്മകൾ അധികരിക്കുമ്പോഴാണ് ആ നാട്ടിലേക്ക്, ആ സമൂഹത്തിലേക്ക് അള്ളാഹുവിന്റെ ശിക്ഷ അത് കൊടുങ്ങനെ ചാടി വരുന്നതായിട്ട് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. അതുപോലെ നാലാമതായി പറയുന്നത്, നമ്മുടെ നാട്ടിലുള്ള വൃദ്ധരായിട്ടുള്ള ആളുകളെയും അനാഥകളെയും നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടി മുന്നോട്ടിറങ്ങുക. മഹാനായ അറബി സാഹിത്യത്തിലെ വലിയൊരു കവി ഒരിക്കൽ പാടി വെച്ചു,
ഈ നാട്ടിലുള്ള ആരാധന സുജൂദ് ചെയ്യുന്ന വൃദ്ധന്മാരായിട്ടുള്ള മനുഷ്യന്മാരും മുലയൂട്ടപ്പെടുന്ന അനാഥരായിട്ടുള്ള കുട്ടികളും അതുപോലെ മേച്ചിൽപ്പുറങ്ങളിൽ നടന്നു തിന്നുകൊണ്ടിരിക്കുന്ന നാൽക്കാലികളും ഇല്ലായിരുന്നെങ്കിൽ ഈ നാട്ടിലുള്ള എല്ലാ മനുഷ്യനെയും റബ്ബ് ഒരുപോലെ ശിക്ഷിക്കുമായിരുന്നു. നിങ്ങൾക്ക് മേൽ വലിയ അദാബ് വന്നു വീഴുമായിരുന്നു. അഥവാ വൃദ്ധരായിട്ടുള്ള മനുഷ്യർ, അനാഥകളായിട്ടുള്ള കുട്ടികൾ, ഇന്ന് കാണുന്ന നാൽക്കാലികൾ, ആ ജീവികളൊന്നും ഇല്ലായിരുന്നെങ്കിൽ, വൃദ്ധന്മാരില്ലായിരുന്നെങ്കിൽ, അനാഥരായിട്ടുള്ള കുട്ടികളില്ലായിരുന്നെങ്കിൽ ഈ നാട് എന്നേ ശിക്ഷയ്ക്ക് വിധേയമായനെ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിൽ വൃദ്ധരായിട്ടുള്ള പല ആളുകളും ഇന്ന് കേരളത്തിൽ വൃദ്ധസദനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതിന് കാരണം ഒരൊന്നുമല്ല, മനുഷ്യന്റെ സമ്പത്തിനോടുള്ള ആർത്തിയാണ്. തന്റെ മാതാപിതാക്കളെ, തന്നെ ജനിച്ചത് മുതൽ പോറ്റി വളർത്തിയ ആളുകളെ ഒന്ന് നോക്കാൻ, അവരിലേക്കൊന്ന് ശ്രദ്ധ തിരിക്കാൻ പല ആളുകൾക്കും സമയമില്ല. തന്റെ സാമ്പത്തികമായിട്ടുള്ള ഓട്ടത്തില്, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തില് മാതാപിതാക്കളെ മറന്നു പോകുക. ഇന്ന് അതിന്റെ വേറൊരു മുഖമാണ് നമ്മൾ കാണുന്നത്. പല ആളുകളും മാതാപിതാക്കളെയും ഒഴിവാക്കുന്നു, മക്കളെയും ഒഴിവാക്കുന്ന സാഹചര്യത്തിലേക്ക് ചില ആളുകൾ, ചില കുടുംബങ്ങൾ, അണുകുടുംബങ്ങളെ കടന്നതായി നമുക്ക് കാണാൻ കഴിയും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, വൃദ്ധന്മാരെ പരിഗണിക്കുക, വൃദ്ധന്മാരെ സൂക്ഷിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് ഖിദ്മത്ത് ചെയ്യുക എന്നുള്ളത് ഇസ്ലാം ഓരോ കാലഘട്ടത്തിലും ഈ നാടിനോട്, ഈ സമൂഹത്തോട് ഒരുപോലെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. രണ്ടാമതായി ഇവിടെ സൂചിപ്പിക്കുന്നത് അനാഥകളുടെ സംരക്ഷണമാണ്. അനാഥകളുടെ സംരക്ഷണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. രണ്ട് വിരലുകൾ ചേർത്ത് പ്രവാചകൻ പറഞ്ഞു, നാളെ റബ്ബിന്റെ കോടതിയിൽ കടന്നു വരുന്ന മനുഷ്യന്മാരിൽ അനാഥയെ സംരക്ഷിച്ചവൻ, ഞാനും അനാഥയെ സംരക്ഷിച്ചവനും ഇതുപോലെയായിരിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. തന്റെ രണ്ട് വിരലുകൾ ചേർത്ത് പിടിച്ചിട്ടാ പ്രവാചകൻ പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിൽ അനാഥകൾക്ക് വേണ്ടി ഒരുപാട് സംരംഭങ്ങൾ ഉണ്ടാകും. അതല്ലെങ്കിൽ അനാഥകളെ അവർക്ക് നോക്കാൻ വേണ്ടി, അവർക്ക് സാമ്പത്തികമായ സഹായങ്ങൾ കൊടുക്കാൻ ഒരുപാടധികം സംരംഭങ്ങളും അതല്ലെങ്കിൽ സ്ഥാപനങ്ങളും ഉണ്ടാകും. പക്ഷേ അതിലേക്ക് നമ്മുടെ കഴിവിന്, നമ്മൾക്ക് സാധിക്കുന്ന പോലെ, നമ്മുടെ കഴിവിന് കഴിയുന്നത് രൂപത്തിൽ ചെറിയ സാമ്പത്തികമായി കൊണ്ടോ, അതല്ലെങ്കിൽ നമുക്ക് ഇനി പ്രവർത്തിക്കാൻ സാധിക്കുന്ന മേഖലയാണെങ്കിൽ പ്രവർത്തനങ്ങൾ കൊണ്ടോ അതിലേക്ക് ഉൾക്കൊള്ളാൻ, അതിലേക്ക് ചേരാൻ നമുക്ക് കഴിവിന്റെ പരമാവധി സാധിക്കേണ്ടതുണ്ട്. അതുപോലെ ആറാമതായി, ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ കടന്നു വരുമ്പോഴുള്ള ചിന്ത എന്ന് പറയുന്നത്, എപ്പോഴും ഓർക്കുക, മരണം നമ്മുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അഫബിൻ അഹ്ലിൽ ഖുറാ അയ്യതിയഹും ബഅസുനാ ബയാനൻ വഹും നായിമൂൻ. അവരുറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവരിലേക്ക് പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, ദുരന്തങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുക. വേറൊരാഴ്ച അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഹും യൽഅബൂൻ. അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു പക്ഷേ, അതല്ലെങ്കിൽ അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു പക്ഷേ അവരിലേക്ക് പ്രശ്നങ്ങൾ, അവരിലേക്ക് ദുരന്തങ്ങൾ കടന്നു വരിക. ഒന്ന് ആലോചിച്ച് നോക്കുക. കവളപ്പാറയായിക്കോട്ടെ, മുണ്ടക്കയത്ത് നടന്ന, ചൂരൽമലയിൽ നടന്ന ദുരന്തങ്ങളായിക്കോട്ടെ, അതെല്ലാം എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ചിത്രമുണ്ട്. അഥവാ അവരിൽ അധികം ആളുകളും രാത്രിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാ അവരുടെ മുകളിലേക്ക് ദുരന്തം ഒന്നടങ്കം പാഞ്ഞു വന്നിട്ടുള്ളത്. ഇന്ന് ലോകത്തുണ്ടായിട്ടുള്ള അപകടങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ ഒരുപക്ഷെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന വിഭാഗങ്ങളായിരിക്കും, അതല്ലെങ്കിൽ ചെറിയ മക്കൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ജപ്പാനിൽ ഹിരോഷിമയിൽ അണുബോംബ് വീഴുമ്പോ ആ നാട്ടിലുണ്ടായിരുന്ന ചെറിയ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന മൈതാനത്തിന് മുകളിൽ വീണപ്പോ അവരാരും അറിഞ്ഞിരുന്നില്ല. ചെറിയ കുട്ടികളെ ആകാശത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർ കാണുന്നത് എന്താ? ഒരു വലിയൊരു ചെറിയ വലിപ്പമുള്ള എന്തോ ഒരു സാധനം തങ്ങളുടെ മേലേക്ക് വീഴാൻ പോകുന്നത്. അവർ കരുതുന്ന വലിയ മഴത്തുള്ളിയാണെന്ന. പക്ഷേ അവരറിഞ്ഞില്ല, കളിച്ചുകൊണ്ടിരിക്കുമ്പോ, ചിരിച്ചുകൊണ്ടിരിക്കുമ്പോ അവരുടെ മുകളിലേക്ക് ആ ഒരു അണുബോംബ് വീണ് അവരുടെ നാടുകൾ നശിച്ചു പോയി. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങളുടെ മുൻപിൽ, നിങ്ങൾക്ക് മുകളിലായിക്കൊണ്ട് മരണം വന്നെത്തുക. ഒരുപക്ഷെ നിങ്ങൾ ഉറങ്ങുമ്പോഴാകാം, അതല്ലെങ്കിൽ നിങ്ങളുടെ തിരക്കുകൾ കൊണ്ട് നിങ്ങൾ കളിച്ചിരിക്കുന്ന സമയത്താകാം. ഏത് സമയത്തും മരണം കടന്നു വരുമെന്നുള്ള ബോധത്തോടു കൂടി ജീവിക്കാൻ, മരണം തന്നിലേക്ക് അടുക്കുമെന്നുള്ള ബോധത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇസ്ലാമിലെ രണ്ടാമത്തെ ഖലീഫയായിരുന്ന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ വിരലുകൾ എപ്പോഴും രണ്ട് മോതിരങ്ങൾ കൊണ്ട് നടക്കുമായിരുന്നു. അതിലൊന്നിൽ എഴുതി വെച്ചത് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് എന്നും, രണ്ടാമത്തെ മോതിരത്തിൽ എഴുതി വെച്ചിരുന്നത് കഫാ ബിൽ മൗതി വാഇള യാ ഉമർ, ഉമറേ നിനക്കൊരു ഉപദേശകനായിക്കൊണ്ട്, നിനക്കൊരു വാഴലായിക്കൊണ്ട് മരണം തന്നെ ധാരാളമാണെന്ന, അഥവാ മരണത്തെ പറ്റിയിട്ടുള്ള ഓർമ്മയാണ്, മരണത്തെ പറ്റിയിട്ടുള്ള സ്മരണയാണ് പ്രിയപ്പെട്ടവരെ തിന്മയിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ഇച്ഛയെ, നമ്മുടെ മനസ്സിനെ പിടിച്ചു വെക്കാൻ സാധിക്കുകയുള്ളൂ. അഥവാ മരണത്തെ പറ്റി, ഇങ്ങനെയുള്ള അപകടങ്ങൾ, ദുരന്തങ്ങൾ ഓർക്കുമ്പോ അതിനൊക്കെ ആ മരണത്തിലേക്ക്, അല്ലെങ്കിൽ ദുരന്തത്തെ പറ്റി ഓർക്കുമ്പോ എന്നിലേക്ക് മരണമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. മരണത്തെ പറ്റിയിട്ടുള്ള ഓർമ്മകളാണ് നമ്മുടെ. ഏഴാമതായി മഹാനായ പണ്ഡിതൻ പഠിപ്പിക്കുന്നത്,
ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക്, ഇങ്ങനെയുള്ള ദുരന്തങ്ങൾക്ക്, ദുരിതങ്ങൾക്ക് എങ്ങനെയാണ് പ്രതിവിധി കണ്ടെത്തുക, ഇതിനൊക്കെ എങ്ങനെയാണ് മാറ്റിയെടുക്കാൻ സാധിക്കുക? ഒന്നാമതായി അദ്ദേഹം പഠിപ്പിച്ചു, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിനെ മാത്രം വിളിച്ചു തേടുക, അള്ളാഹുവിനോട് മാത്രം സഹായം തേടുക. നമുക്കറിയാം, ഇന്ന് നമ്മുടെ നാട്ടിൽ പല ആളുകളും, ഇന്ന് എന്നല്ല, കുറെ കാലം മുൻപ് തന്നെ നമ്മുടെ നാട്ടിൽ പല ആളുകളും പ്രയാസങ്ങൾ വരുമ്പോൾ റബ്ബിനോട് വിളിക്കും, പ്രശ്നങ്ങൾ വരുമ്പോൾ റബ്ബിനെ വിളിക്കും. പക്ഷേ അവരുടെ പ്രയാസങ്ങൾ നീങ്ങുമ്പോ, അവരുടെ ദുരിതങ്ങൾ നീങ്ങി കിട്ടുമ്പോ അതോടുകൂടി റബ്ബിനെ മറക്കും. ജാറങ്ങളായിക്കോട്ടെ, മക്കുപറകളായിക്കോട്ടെ, ബീവിമാരെയും ബാവമാരെയും ഹോജമാരെയും ചെന്ന് വിളിക്കുക. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, പനി വരുമ്പോ, മുറിവുണ്ടാകുമ്പോ, സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമ്പോ, കുടുംബം നഷ്ടപ്പെടുമ്പോ, മരണപ്പെടുമ്പോ ഒക്കെ പലയിടത്ത് കൂടാ. എന്തിനു വേണ്ടിയിട്ടാ? സമ്പത്തിൽ ഐശ്വര്യം കിട്ടാൻ, ജീവിതത്തിൽ സൗഖ്യം കിട്ടാൻ, ഇതിനൊക്കെ വേണ്ടി ഇങ്ങനെ ആളുകളടുത്തേക്ക് ഓടുക. പക്ഷെ അവരെ പ്രയാസം ബാധിക്കുമ്പോ, അവർക്കൊരു ദുരിതം ബാധിക്കുമ്പോ അവരെല്ലാവരും റബ്ബിലേക്ക് മുഖ്ലിസായിക്കൊണ്ട് ഇഖ്ലാസോട് കൂടി റബ്ബിലേക്ക് മടങ്ങും. റബ്ബറുടെ പ്രയാസം നിൽക്കുമ്പോൾ വീണ്ടും പഴയ സ്വഭാവത്തിലേക്ക്, റബ്ബർ ബാൻഡ് വിട്ടതുപോലെ തന്നെ വീണ്ടും തന്റെ പഴയ മ്ലേച്ഛതയിലേക്ക്, ആ ഒരു മോശപ്പെട്ട സ്വഭാവത്തിലേക്ക് മടങ്ങുന്ന ആളുകൾ ഉണ്ടാകും. നമ്മൾ മനസ്സിലാക്കുക, അങ്ങനെയുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട്, അള്ളാഹുവിനെ മറന്നുകൊണ്ട്, അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ട് ജീവിക്കുന്നവരാണോ, ഒരിക്കലും അവർക്ക് ദുനിയാവിൽ രക്ഷയില്ല, അവരുടെ ആഖിറത്തിലോ അവർക്കൊരു നന്മയും ബാക്കിയാവുകയില്ല. അതോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യനായിരുന്ന മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ നാട്ടിൽ ദുരിതങ്ങളില്ലാതിരിക്കാൻ രണ്ടാമത്തെ പ്രതിവിധി എന്ന് പറയുന്നത് അത് ഇസ്തിഗ്ഫാറാണ്, പാപമോചനങ്ങൾ വർദ്ധിപ്പിക്കലാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വമാ കാന അല്ലാഹു ലിയുഅദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഈ സമൂഹത്തെ, ഒരു നാടിനെ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുകയില്ല. അവരിൽ താങ്കൾ ഉണ്ടായിരിക്കുക, അഥവാ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങളെ റബ്ബ് ഒരിക്കലും ശിക്ഷിക്കുകയില്ല. മാത്രമല്ല വമാ മുഅദ്ദിബുഹും, അല്ലാഹു നിങ്ങൾ ഒരിക്കലും ശിക്ഷിക്കുകയില്ല. വഹും യസ്തഗ്ഫിറൂൻ, നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുന്ന ആളുകളാണോ, പാപമോചനം വർദ്ധിപ്പിക്കുന്ന ആളുകളാണോ, എങ്കിൽ നിങ്ങളുടെ സമൂഹത്തെ, നിങ്ങളുടെ നാടിനെ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുകയില്ല. അഥവാ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അത് മാത്രമേ ഇങ്ങനെയുള്ള ദുരന്തങ്ങളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കാൻ, ദുരന്ത മരണങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മറവായിക്കൊണ്ട്, ഒരു തടസ്സമായിക്കൊണ്ട്, ഒരു ഈ പരിചയായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ആ രീതിയിൽ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നാഥനായ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കേരളത്തെ നടുക്കിയ ദുരന്തങ്ങൾ, നമ്മുടെ നാട്ടിലെ ജാതി മത വർഗ വിവേചനങ്ങളില്ലാതെ എല്ലാവരും ഒരുപോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സജീവരായിക്കൊണ്ടിരിക്കുകയാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്ത് സൂചിപ്പിക്കുന്നുണ്ട്, വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നന്മയുടെ വിഷയത്തിൽ, ഒരു മനുഷ്യന് നന്മ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹായിക്കുക. അതിന് റബ്ബ് സുബ്ഹാനഹു വ തആല ജാതി പറഞ്ഞിട്ടില്ല, മതം പറഞ്ഞിട്ടില്ല, വർഗം പറഞ്ഞിട്ടില്ല, നിറം പറഞ്ഞിട്ടില്ല. മനുഷ്യനാണോ അവനെ നിങ്ങൾ സഹായിച്ചു കൊള്ളുക. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് തന്നെ അങ്ങനെയാണ്. പച്ചക്കരുള്ള ഏതൊരു വ്യക്തിയോടും, ഏതൊരു മൃഗത്തോടും, ഏതൊരു ജീവിയോടും കരുണ കാണിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അധ്യാപനം. അഥവാ നമ്മുടെ കഴിവിന്റെ പരമാവധി ദുരന്തം നടന്ന സ്ഥലങ്ങളിലേക്ക് സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടാകും. അതല്ലെങ്കിൽ അവിടേക്ക് ഓരോ അവരുടെ ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടാകും. അതിനൊക്കെ നമ്മൾ വിളിക്കുമ്പോ ഒരുപക്ഷെ പല ആളുകളും, ഒഴിവുകൾ പറഞ്ഞു പോകുന്ന ആളുകൾ, തിരക്കുകൾ മുഖേന അതിൽ നിന്ന് ചെയ്യാൻ സാധിക്കാത്ത ആളുകളുണ്ടാവും. പക്ഷേ എങ്കിലും കഴിവിന്റെ പരമാവധി സാമ്പത്തികമായിട്ടായിക്കോട്ടെ, അതല്ലെങ്കിൽ ശാരീരികമായിട്ടായിക്കോട്ടെ, അതിലേക്ക് സഹായനം ചെയ്യാതെ, അല്ലെങ്കിൽ അതിലേക്ക് സഹായിച്ചുകൊണ്ട് അതിലേക്ക് മുന്നേറാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇന്ന് മുണ്ടക്കൈ പോലുള്ള സ്ഥലങ്ങളിൽ അവിടേക്ക് ഒരുപാടധികം ഭക്ഷണ സാധനങ്ങൾ ആവശ്യമാണ്. അവിടേക്ക് പല ആളുകളിൽ നിന്നും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്ന നാസ്തികരുണ്ടല്ലോ, നിരീശ്വരവാദികളുണ്ടല്ലോ, അവരൊക്കെ ഒരുപോലെ പറയുന്നുണ്ട്, റബ്ബ് എവിടെയാണ്, നിങ്ങളുടെ രോഗരക്ഷിതാവ് എന്ന് പറയുന്ന ആളെവിടെയാണ്, നിങ്ങളുടെ ദൈവം എന്ന് പറയുന്ന ആളെവിടെയാണെന്ന് ചോദിക്കുമ്പോ അതിന്റെ കുറെ ചോദ്യങ്ങൾ മാത്രം ഇന്ന് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ചോദ്യം കൊണ്ട് മാത്രം ആളുകളോട് ഇങ്ങനെ ചോദിക്കുകയാണ്, ദൈവം അവിടെ, ഇങ്ങനെ ദൈവമുണ്ടോ, നിങ്ങൾ പ്രയാസമുണ്ടായപ്പോ
ദുരിതമുണ്ടായപ്പോ ദൈവം എവിടെ, ദൈവം പിന്നെ എന്തിനാണ് നിങ്ങൾ പ്രയാസപ്പെടുത്തുന്നത് എന്നുള്ള ചോദ്യങ്ങളുമായി വന്നപ്പോ അതിന്റെ മറുപടി എന്നോണം, അതല്ലെങ്കിൽ അതിന്റെ നേരെ മറുചിത്രമായിക്കൊണ്ട് കേരളത്തിലുള്ള എല്ലാ മതസംഘടനകളും എല്ലാ രാഷ്ട്രീയ സംഘടനകളും ഒരുപോലെ മനുഷ്യന് വേണ്ടി മനുഷ്യന്മാരൊന്നിക്കുന്ന വലിയൊരു മുഖമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാവരും ഒരുപോലെ ചേരുകയാണ്. രാഷ്ട്രീയ സംഘടനകൾ അവരൊരിക്കലും അവർക്ക് മുൻപിൽ നിന്നുകൊണ്ട് തങ്ങളുടെ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം, ഞങ്ങൾക്ക് ആളുകൾക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. ജീവന് വേണ്ടി ആളുകൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ കഴിയും. അവിടെ നമ്മൾ ഉണ്ടാകേണ്ട മറ്റൊരു ചിന്ത, ഒരിക്കലും ആ ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ചെന്ന് അവർക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുമ്പോൾ ഒരിക്കലും തന്റെ സംഘടനയിലേക്ക് അതല്ലെങ്കിൽ തന്റെ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ തന്റെ നീയത്ത് ഒരിക്കലും മാറരുത് എന്നുള്ളത് മാത്രമാണ് ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത്. നീയത്ത് എപ്പോഴും ശരിയായിക്കൊണ്ട് നടക്കുക. കാരണം ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നിങ്ങൾ പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും നീയത്തനുസരിച്ചാണ് റബ്ബ് കൂലി നൽകുക. റബ്ബിന്റെ അടുക്കൽ ആ നീയത്തെ പരിഗണിക്കുള്ളൂ. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ആളുകളെ ക്ഷണിക്കാൻ, തന്റെ സംഘടനയിലേക്ക് ആളുകളെ കൂട്ടാൻ, ഞങ്ങൾ ഒരുപാട് കൊടുക്കുന്ന ആളുകളാണ്, സഹായിക്കുന്ന ആളുകളാണെന്ന് വരുത്തി തീർക്കാനാണെങ്കിൽ അത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതല്ലാതെ റബ്ബിന്റെ അടുക്കൽ ഒന്നും ഉണ്ടാവില്ല എന്നുള്ള ചിന്ത ഉണ്ടാവുക. റബ്ബിന്റെ അടുക്കൽ സ്വീകരിക്കണോ, നല്ല നീയത്താവുക. മനുഷ്യന് വേണ്ടി, ജീവനുള്ള ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പോലെ അവിടെയുള്ള മരണപ്പെട്ട ആളുകളുടെ പല ബോഡികളും എന്റെ ഒരു സുഹൃത്ത് പങ്കുവച്ച അവന്റെ അനുഭവം നമുക്ക് കാണാൻ കഴിയും. പല ആളുകളും അവിടെ കടന്നു വരുമ്പോ കൈകളില്ലാതെ കാലുകളില്ലാതെ, ചില ആളുകൾക്ക് ശരീരം തന്നെ മനസ്സിലാവാൻ കഴിയാത്ത രൂപത്തിലൊക്കെ മണ്ണ് കൊണ്ടും കല്ലുകൾ കൊണ്ടും ശരീരം മുഴുവൻ ചതഞ്ഞു പോയ രൂപത്തിലൊക്കെ ചില ആളുകളോടെ കടന്നു വരുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയുള്ള ആളുകൾ മാനസികമായ ഒരുപാട് പ്രയാസത്തില. അവിടെയുള്ള കുടുംബങ്ങൾ, ചില കുടുംബങ്ങളൊക്കെ വീട്ടിലുണ്ടായിരുന്ന ഭർത്താവ് ഒഴികെയുള്ള ബാക്കി എല്ലാവരും മരണപ്പെട്ട ചില കുടുംബങ്ങൾ, മക്കൾ ഒഴികെ ബാക്കി എല്ലാവരും മരണപ്പെട്ട കുടുംബങ്ങൾ, സ്ത്രീജനങ്ങൾ ഒഴികെ ബാക്കി എല്ലാവരും മരണപ്പെട്ട കുടുംബങ്ങൾ, ഇങ്ങനെ പല പല കുടുംബങ്ങൾ അവിടെ ജീവിക്കുമ്പോ അവർക്കൊക്കെ വേണ്ടി അവർക്ക് മാനസികമായിട്ട് ധൈര്യം കൊടുക്കാൻ, അവർക്ക് ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം ലഭിക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് കഴിയുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മാത്രമല്ല, അവർക്ക് ചെയ്തു കൊടുക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് അതോടൊപ്പം സൂചിപ്പിക്കുകയാണ്, നമ്മുടെ പള്ളിയിൽ ഇന്ന് അതുമായി ബന്ധപ്പെട്ട് KNMന്റെ റിലീഫ് ഫണ്ട് കളക്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അവിടെയുള്ള പാവപ്പെട്ട ആളുകൾ, പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കളക്ഷൻ നമ്മുടെ പള്ളിയിൽ ഉണ്ടായിരിക്കും. എല്ലാവരും അകമഴിഞ്ഞുകൊണ്ട് അതിൽ പങ്കുചേരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നാഥനായ അല്ലാഹു അവൻ ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ, മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ എല്ലാം ഞങ്ങൾക്ക് വിട്ടുപുറത്ത് നീ മാപ്പാക്കി തരണേ നാഥ. അല്ലാഹുവേ, ലോകത്തിന്റെ നാനാഭാഗത്ത് പ്രയാസം അനുഭവിക്കുന്ന മുസ്ലിം സഹോദരങ്ങളുടെ റബ്ബേ, അല്ലാഹുവയുടെ എല്ലാ പ്രയാസങ്ങളും നീ നീക്കി കൊടുക്കണം നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ നാടിനെ ബാധിച്ച ദുരന്തങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന മുസ്ലിം സ്ത്രീ സഹോദരന്മാരുണ്ട് റബ്ബേ. പടച്ചോനെ, അന്യമത വിശ്വാസികളായിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾ അവരൊരുപാട് സാമ്പത്തികമായിട്ടായിക്കോട്ടെ, മാനസികമായിട്ടായിക്കോട്ടെ, ശാരീരികമായിട്ടായിക്കോട്ടെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ്. അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു കൊടുക്കണം നാഥ. അല്ലാഹുവേ, ലോകത്തിന്റെ നാനാഭാഗത്ത് പ്രയാസം അനുഭവിക്കുന്ന മുസ്ലിങ്ങളുണ്ട് റബ്ബേ, അവർക്ക് എല്ലാവർക്കും നീ നിന്റെ സഹായം ഒരുപോലെ എത്തിച്ചു കൊടുക്കണം നാഥ. ഞങ്ങളെയും ഞങ്ങളുടെ രാജ്യത്തെയും എല്ലാവിധ വർഗീയ ദുരന്തങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണം നാഥ. അല്ലാഹുവേ, ഞങ്ങൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, അവരുടെ രോഗങ്ങൾക്ക് നീ ശിഫ കൊടുക്കണം നാഥ. അല്ലാഹുവേ, ഞങ്ങൾ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, അവരുടെ കടങ്ങൾ നീ അവർക്ക് വീട്ടി കൊടുക്കണം നാഥ. അല്ലാഹുവേ, ഞങ്ങളിൽ ശാരീരികമായി മാനസികമായി ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, അവർക്ക് എല്ലാവർക്കും നീ ഒരുപോലെ സമാധാനം കൊടുക്കണം നാഥ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത് യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا واجر والدينا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين 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 برحمتك يا ارحم الراحمين.